ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SCERT കില്ലർ സീരീസിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് സേലം PSCയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിലൂടെ തന്നിട്ടുണ്ട്. 8ാം ക്ലാസ് സയൻസിലെ 5ാമത്തെ പാഠമാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നത്. അപ്പോൾ അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ്, അതിന്റെ ഉത്തരങ്ങൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ കില്ലർ സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് എന്നുള്ള കാര്യം. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലൂടെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പേനയും പേപ്പറും എടുത്തു വെക്കുക. എന്നിട്ട് 1, 2, 3 നമ്പർ ഇട്ടതിന് ശേഷം അവിടുത്തെ ഓപ്ഷൻസ് ഈ ഒരു സ്ലൈഡിൽ കാണുന്നതിൽ ഏതാണോ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് ആ ഓപ്ഷൻ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഏറ്റവും അവസാനം എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ കാണാം. അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പഞ്ചസാരയുടെ ഘടകമൂലകങ്ങൾ. പഞ്ചസാരയുടെ ഘടകമൂലകങ്ങൾ. അപ്പോൾ ABCD 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇതിൽ ഏതാണോ ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഓക്കെ ആണ്. അപ്പൊ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ 4 പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 4 കാര്യങ്ങൾ, 3 പ്രസ്താവനകളും പിന്നെ ലാസ്റ്റ് ഇവയെല്ലാം എന്ന് കൂടി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദ്യം. ഓക്കെ, എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ, തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മൂലകങ്ങളുടെ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? മൂലകങ്ങളുടെ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? എല്ലാവരും ആൻസർ എഴുതിയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബെർസീലിയസ് കണ്ടെത്തിയ മൂലകങ്ങൾ. ബെർസീലിയസ് കണ്ടെത്തിയ മൂലകങ്ങൾ. ബെർസീലിയസ് കണ്ടെത്തിയ മൂലകങ്ങൾ. ഇതിൽ 5 ഓപ്ഷൻസ് ഉണ്ട്. 5 ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചോണേ. 5 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ABCDE. നെക്സ്റ്റ് 6. രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥത്തിന് ഉദാഹരണം. രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥത്തിന് ഉദാഹരണം. ഓക്കെ, കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്: ക്രോമിയം എന്ന മൂലകത്തിന്റെ നാമകരണത്തിന് അടിസ്ഥാനം. ക്രോമിയം എന്ന മൂലകത്തിന്റെ നാമകരണത്തിന് അടിസ്ഥാനം. ഓക്കെ, എഴുതിയല്ലോ. നെക്സ്റ്റ്: പ്ലംബം എന്തിന്റെ ലാറ്റിൻ നാമമാണ്? പ്ലംബം എന്തിന്റെ ലാറ്റിൻ നാമമാണ്? പ്ലംബം എന്തിന്റെ ലാറ്റിൻ നാമമാണ്? മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്: 2HE കണ്ടല്ലോ, 2HE. ഓക്കെ, 2HE എന്ന് എഴുതിയാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 2HE എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, 2HE എന്ന് എഴുതിയാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഒരു ഫോസ്ഫറസ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു ഫോസ്ഫറസ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം. നെക്സ്റ്റ്: തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, എഴുതിയെന്ന് കരുതുന്നു. എല്ലാവരും എഴുതിയെന്ന് കരുതുന്നു.
12ാമത്തെ ചോദ്യം, മീഥേനിലെ ഘടകങ്ങൾ. മീഥേനിലെ ഘടകങ്ങൾ. മീഥേനിലെ ഘടകങ്ങൾ. ഓക്കെ, മീഥേനിലെ ഘടകങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, 5 ജലതന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. 5 ജലതന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 ജലതന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, കണക്ക് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കുന്നു. 5 ജലതന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കാം. പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ എഴുതിയതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 7 അമോണിയ തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഓക്കെ, ഇതും നിങ്ങൾ ചെയ്തു നോക്കാം. സമയം കൂടുതലായിട്ട് വേണമെന്ന് തോന്നുന്ന ആൾക്കാർ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയിലേക്ക് വരിക. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 15 ചോദ്യങ്ങളാണ് നമുക്കിന്നുള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സമീകരിക്കാത്ത രാസസമവാക്യം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സമീകരിക്കാത്ത രാസസമവാക്യം കണ്ടെത്തുക. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സമീകരിക്കാത്ത രാസസമവാക്യം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ എല്ലാവരും 15 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോയാലോ? എക്സ്പ്ലനേഷനിലേക്ക് പോവാം അല്ലെ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് നിങ്ങൾ ടിക്കറ്റ് വെക്കണേ. ശരിയായിട്ടുള്ള ടിക്കറ്റ് വെക്കുക, തെറ്റായിട്ടുള്ളത് തെറ്റെന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 15ൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് എന്നുള്ളത് ലാസ്റ്റ് വീഡിയോയുടെ താഴെ എന്ത് ചെയ്യണം? എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. പഞ്ചസാരയുടെ ഘടകമൂലകങ്ങൾ. പഞ്ചസാരയുടെ ഘടകമൂലകങ്ങൾ എന്താണ്? പഞ്ചസാര C12H22O11. ഇതാണ് നമ്മുടെ പഞ്ചസാര. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ രാസസൂത്രം C12H22O11 എന്നുള്ളതാണ്. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലെ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. അപ്പോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നോക്കോളൂ. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചത് സർ ഹംഫ്രി ഡേവി. ആണോ? ആണ്. ശരിയാണ് ആ പ്രസ്താവന. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജലം എന്ന് പറഞ്ഞാൽ അതിന്റെ രാസസൂത്രം എന്താണ്? ജലത്തിന്റെ രാസസൂത്രം എന്താണ്? H2O അല്ലെ? ജലത്തിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് H2O ആണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന് പറയുന്ന അനുപാതത്തിൽ സംയോജിക്കുന്ന സമയത്താണ് ജലം ഉണ്ടാകുന്നത്. ആണല്ലോ? അത് എങ്ങനെ 2:1 വന്നേ? H2O. അതായത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ഇവിടെ? 2 ഹൈഡ്രജൻ ആറ്റം. ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിന് എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ഒരേ ഒരു ഓക്സിജൻ ആറ്റം. അപ്പൊ ഒരു ജലതന്മാത്രയിൽ ഹൈഡ്രജൻ ടു ഓക്സിജൻ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം ചോദിച്ചാൽ അത് എത്രയാണ്? 2:1. 2 ഹൈഡ്രജൻ ഈസ്റ്റു 1 ഓക്സിജൻ. അതാണ് 2:1. ഓക്കെ, അപ്പൊ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചത് സർ ഹംഫ്രി ഡേവിയാണ്. സർ ഹംഫ്രി ഡേവിയാണ്. ഇനി അടുത്ത്, ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തുന്നു. അതായത് ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുന്ന സമയത്ത്, ഹൈഡ്രജൻ ഓക്സിജനിൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്, ഇത് രണ്ടും കൂടി യോജിച്ചിട്ട് ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. അതും ശരിയായ പ്രസ്താവനയാണ്. നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ആ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഇനി ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. എന്താണ് ആ ശുദ്ധ പദാർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കഴിഞ്ഞ സെഷനിൽ ഞാനിത് പറഞ്ഞു എന്ന് ചെറുതായിരിക്കും ഓർമ്മയുണ്ട്. കഴിഞ്ഞ കില്ലറിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ ജലം H2O അല്ലെ, ജലം എന്ന് പറഞ്ഞാൽ H2O ആണ്. നമ്മൾ കുറച്ച് ജലം എടുത്തു കഴിഞ്ഞാൽ ഈ ജലത്തിൽ H2O എന്ന് പറയുന്ന തന്മാത്രകൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? H2O ജലത്തിന്റെ തന്മാത്രകൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? വേറെ ഏതെങ്കിലും തന്മാത്ര ഇതിനകത്ത് ഉണ്ടാവുമോ? ഇല്ല, ജലത്തിന്റെ തന്മാത്രകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഒരു വസ്തു ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ശുദ്ധ പദാർത്ഥം എന്ന് പറയും. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയും, ശുദ്ധ പദാർത്ഥം എന്ന് പറയും. അപ്പൊ ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്, അതും ശരിയാണ്. ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്, അതും ശരിയാണ്. ഓക്കെ, അപ്പൊ ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അല്ലെ? അപ്പൊ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഓക്കെ, അവിടെ നമ്മൾ ഈ ഒരു ശുദ്ധ പദാർത്ഥവും മിശ്രിതവും ആയിട്ടുള്ള കമ്പാരിസൺ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഇപ്പൊ മൂലകം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. മൂലകം ഹൈഡ്രജൻ ഒരു മൂലകമാണ്, ഓക്സിജൻ ഒരു മൂലകമാണ്, ക്ലോറിൻ ഒരു മൂലകമാണ്, സോഡിയം ഒരു മൂലകമാണ്, പൊട്ടാസ്യം ഒരു മൂലകമാണ്, സ്വർണം ഒരു മൂലകമാണ്, വെള്ളി, ചെമ്പ്, ഇതെല്ലാം ഓരോ മൂലകങ്ങളാണ്, അല്ലെങ്കിൽ എലമെന്റുകളാണ് അല്ലെ? ഓക്കെ, ഈ മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങൾ ആണോ? പ്യുവർ സബ്സ്റ്റൻസ് ആണോ? നമുക്ക് ആലോചിക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഹൈഡ്രജൻ എടുത്തു, കുറച്ച് ഹൈഡ്രജൻ വാതകം ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ ഹൈഡ്രജൻ വാതകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹൈഡ്രജന്റെ ആറ്റങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? ഹൈഡ്രജൻ വാതകം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയാണോ? ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ശരി. ഇനി ഞാൻ കുറച്ച് ഓക്സിജൻ എടുത്തു, അതിനകത്ത് ഓക്സിജൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? അല്ലെ? ഓക്സിജൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് കുറച്ച് ക്ലോറിൻ ഞാൻ കുറച്ച് ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലോറിന്റെ ആറ്റങ്ങൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മൂലകം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരേപോലെ ഇരിക്കുന്ന ആറ്റങ്ങൾ മാത്രമേ ആ മൂലകത്തിനകത്ത് ഉണ്ടാവുള്ളൂ. സോ നമുക്ക് പറയാം മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. മൂലകങ്ങൾ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്, ശുദ്ധ പദാർത്ഥങ്ങൾ ആണ്. ഓക്കെ, അപ്പൊ അത് ശരി. അടുത്തത്, സംയുക്തങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങൾ അല്ല എന്ന് പറയുന്നു. എന്താണ് സംയുക്തങ്ങൾ? എന്താണെടാ സംയുക്തം? എന്താണ് സംയുക്തം? സംയുക്തം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ആണ്. ഓക്കെ, കോമ്പൗണ്ട്. ഒന്നിൽ കൂടുതൽ മൂലകങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വസ്തുക്കളാണ് സംയുക്തങ്ങൾ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ കാർബൺ നിങ്ങൾക്കറിയാം, കാർബൺ ഒരു മൂലകമാണ്, സി എന്ന് നമ്മൾ എഴുതും. ഓക്സിജൻ ഇല്ലേ, നമ്മുടെ ഓക്സിജൻ ഒരു മൂലകമാണല്ലോ, നമ്മൾ O എന്ന് എഴുതും. ഈ കാർബണും ഓക്സിജനും കൂടെ ചേർന്നിട്ട് നമുക്കൊരു സംയുക്തം ഉണ്ടാകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം ഉണ്ടാകുന്നു. ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം ഉണ്ടാകുന്നു. ഇങ്ങോട്ട് എഴുതുവാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഹൈഡ്രജൻ ഒരു മൂലകമാണല്ലോ, ഓക്സിജൻ മറ്റൊരു മൂലകമാണല്ലോ. ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കൂടി ചേർന്ന് H2O എന്ന് പറയുന്ന ജലം ഉണ്ടാകുന്നു. ആണോ? H2O എന്ന് പറയുന്ന ജലം ഉണ്ടാകുന്നു. ഇനി അടുത്ത് നമ്മുടെ അമോണിയയുടെ ഫോർമുല അറിയോ നിങ്ങൾക്ക്? അമോണിയയുടെ ഫോർമുല NH3 ആണ്. അമോണിയയുടെ ഫോർമുല NH3. അതായത് ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് ആരുണ്ടായി? അമോണിയ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇതൊക്കെ സംയുക്തങ്ങളുടെ എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്ന കാര്യം? ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? സംയുക്തങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങൾ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 ആണ്. അല്ലെ? ഞാൻ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ CO2 എന്ന് പറയുന്ന തന്മാത്രകൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? അല്ലെ? CO2 എന്ന് പറയുന്ന തന്മാത്രകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ച വസ്തുവല്ലേ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്? ആണല്ലോ. ഇവിടെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അവിടെ കാർബണും ഓക്സിജനും ഇല്ലേ, പിന്നെ എങ്ങനെ അത് ഒരേ ഇനമായി എന്ന് ചിന്തിക്കാൻ പാടില്ല. നമുക്ക് കാർബണിനെ മാത്രം, കുറച്ച് കാർബണിനെ എടുത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല, അത് കാർബൺ, അത് വേറെയാണ്. കുറച്ച് ഓക്സിജനെ തന്നിട്ട് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല, അതും വേറെയാണ്.
ഈ കാർബണും ഓക്സിജനും എപ്പോഴാണോ കൂടിച്ചേർന്ന് CO2 ആകുന്നത് അതിനെ മാത്രമേ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതിനെ മാത്രമേ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയണമെങ്കിൽ അത് CO2 ആയിട്ടിരിക്കണം. CO2 അതിനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. ആ ഒരു CO2 മാത്രമേ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പദാർത്ഥമാണ്. സോ ഇതൊരു ശുദ്ധ പദാർത്ഥത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇതൊരു ശുദ്ധ പദാർത്ഥം ആണ്. ഇതൊരു ശുദ്ധ പദാർത്ഥം ആണ്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അമോണിയ എടുത്താലും ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് അമോണിയ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് NH3 എന്ന് പറയുന്ന തന്മാത്രകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ എന്താണ്? അമോണിയ ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ എക്സാമ്പിൾ ആണ്. അമോണിയ ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ സംയുക്തങ്ങളും എന്ത് തന്നെയാണ്? സംയുക്തങ്ങളും ശുദ്ധ പദാർത്ഥങ്ങൾ തന്നെയാണ്. സോ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. സംയുക്തങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങൾ അല്ല എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. സംയുക്തങ്ങളും ശുദ്ധ പദാർത്ഥങ്ങൾ ആണ്. ഇനി രാസപ്രക്രിയയിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ ആണല്ലോ. അപ്പൊ ശുദ്ധപദാർത്ഥം എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂലകങ്ങളും വരാറുണ്ട്, സംയുക്തങ്ങളും വരാറുണ്ട് അല്ലെ? ഓക്കെ. ഇനി മൂലകം എന്ന് പറയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവന്മാരൊക്കെ മൂലകങ്ങളാണ്. ഈ കാർബണിനെ അല്ലെങ്കിൽ ഹൈഡ്രജനെ അല്ലെങ്കിൽ ഓക്സിജനെ നമുക്ക് പിന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അവന്മാരെ പൊട്ടിച്ച് വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ? പറ്റില്ല. കാർബൺ എന്ന് പറഞ്ഞാൽ കാർബൺ, അതിനെ എത്ര ചെറുതാക്കിയാലും അത് കാർബൺ തന്നെയാണ്. നമുക്ക് അതിനെ വിഘടിപ്പിക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തത് വിചാരിക്കും, രാസപ്രവർത്തനത്തിലൂടെ എനിക്ക് വേണമെങ്കിൽ ഇതിനെ കാർബണും ഓക്സിജനുമാക്കി മാറ്റാൻ പറ്റുമല്ലോ. അപ്പൊ രാസപ്രക്രിയയിലൂടെ നമുക്ക് സംയുക്തങ്ങളെ അതിന്റെ ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റും. പക്ഷെ മൂലകങ്ങളെ അതിനെ ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റില്ല. മൂലകങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? തുടരുന്നു. അപ്പൊ രാസപ്രക്രിയയിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് ആര്? മൂലകങ്ങൾ. രാസപ്രക്രിയയിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഈ അടുത്ത തെറ്റുകൾ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല, തെറ്റുണ്ട് അല്ലെ? ഓപ്ഷൻ ബി ആണ് തെറ്റ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂലകങ്ങളുടെ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? മൂലകങ്ങളുടെ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്, അതായത് ഇപ്പൊ ഹൈഡ്രജന് പകരം നമ്മുടെ ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ H എന്നാണ് കിടക്കുന്നത്. ഓക്സിജന് പകരം O എന്നാണ് കിടക്കുന്നത്. ക്ലോറിന് പകരം Cl എന്നാണ് കിടക്കുന്നത്. ഇങ്ങനെ ഓരോ മൂലകങ്ങൾക്കും സിംബൽസ് അല്ലെങ്കിൽ പ്രതീകങ്ങൾ കൊണ്ടുവരുന്ന ഒരു രീതി, ആ ഒരു രീതി ആദ്യമായിട്ട് ആവിഷ്കരിച്ച സയന്റിസ്റ്റ് ആര് എന്നാണ് ചോദ്യം. ആരാണ് അത്? ബെർസീലിയസ് ആണ്. ബെർസീലിയസ് മൂലകങ്ങളുടെ പ്രതീക സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തി, സിംബൽ സിസ്റ്റം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ബെർസീലിയസ് ആണ്. ഓക്കെ, ബെർസീലിയസ് ആണ്. ബെർസീലിയസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെർസീലിയസ് കണ്ടെത്തിയ മൂലകങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ മൂലകങ്ങളുടെ പ്രതീക സമ്പ്രദായം കൊണ്ടുവന്ന ബെർസീലിയസ് ഒരു 4 മൂലകങ്ങളെ കണ്ടുപിടിച്ചതായിട്ട് നമ്മുടെ SCERT പാഠപുസ്തകത്തിലുണ്ട്. ആ 4 മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഇവയെല്ലാമാണ് ഉത്തരം കേട്ടോ. ഇവയെല്ലാമാണ് ഉത്തരം. സെലീനിയം, സിലിക്കൺ, സീറിയം, തോറിയം. ഓക്കെ, സെലീനിയം, സിലിക്കൺ, സീറിയം, തോറിയം. ഇതാണ് 4 മൂലകങ്ങൾ. സെലീനിയം, സിലിക്കൺ, സീറിയം, തോറിയം. ഈ 4 പേരെയുമാണ് ബെർസീലിയസ് എന്ത് ചെയ്തത്? ബെർസീലിയസ് കണ്ടെത്തിയത്. അപ്പൊ ഇവയെല്ലാം ഓപ്ഷൻ ഇ ആണ് ഉത്തരം. ഇവയെല്ലാം ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6. രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണം. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് കുറച്ചു മുന്നേ. നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കണ്ട സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥം എന്തായിരിക്കും? ഒരു മൂലകമായിരിക്കും അല്ലെ? രാസപ്രവർത്തനത്തിലൂടെ സംയുക്തങ്ങളാണെങ്കിൽ അവന്മാരെ രാസപ്രക്രിയയിലൂടെ നമുക്ക് അതിനെ ഘടകങ്ങളാക്കി മാറ്റാം. പക്ഷെ മൂലകങ്ങളെ നമുക്ക് രാസപ്രക്രിയയിലൂടെ ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റില്ല. അപ്പോ ഇതിൽ തന്നിരിക്കുന്നതിന് മൂലകം ആരാന്ന് നമുക്ക് നോക്കാം. മൂലകം സ്വർണ്ണമാണ്. ശരിയല്ലേ? പഞ്ചസാര എന്ന് പറഞ്ഞാൽ C12H22O11. രാസപ്രക്രിയയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാം. ജലം എന്ന് പറഞ്ഞാൽ H2O ആണ്. ഈ ജലത്തിനെ H2O എന്ന് പറയുമ്പോഴത്തേക്കും ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മാറ്റാനായിട്ട് പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ CO2 ആണ്. ഇതിനെ നമുക്ക് കാർബണും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ സ്വർണത്തിന്റെ സിമ്പൽ അറിയാമോ നിങ്ങൾക്ക്? സ്വർണത്തിന്റെ സിമ്പൽ AU എന്നാണ്. AU ആണ് സ്വർണത്തിന്റെ സിമ്പൽ. ആ സ്വർണം തന്നെയാണ്. നമുക്ക് ആ സ്വർണത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഘടകങ്ങളാക്കി മാറ്റാൻ സാധിക്കില്ല. ഇവിടെ പ്രത്യേകിച്ച് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം ഇല്ലേ? ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം
ആ സ്വർണത്തിൽ നമ്മൾ പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള സ്വർണം മാത്രമാണോ നമ്മൾ ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? അല്ല. ആ ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണത്തിൽ അതിന് കട്ടി കിട്ടാൻ വേണ്ടി, അതിന് കുറച്ചുകൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കൂടെ ചെമ്പ് ആഡ് ചെയ്യാറുണ്ട്. ആ സ്വർണത്തിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യാറുണ്ട്? ചെമ്പ് ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു ശുദ്ധ പദാർത്ഥം അല്ല. സ്വർണം എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു ശുദ്ധ പദാർത്ഥമാണ്. സ്വർണത്തിനകത്ത് സ്വർണം മാത്രമേ ഉള്ളൂ, അതൊരു മൂലകമാണ്. പക്ഷെ ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധമല്ല. അതിനകത്ത് സ്വർണത്തിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യാറുണ്ട്? ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതിന് ഉറപ്പ് കിട്ടാനായിട്ട് ആണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ചെമ്പ് ആഡ് ചെയ്യാറുണ്ട്. ഓർത്ത് വെച്ചിരിക്കണേ, ആ ഒരു കാര്യം ഓർമ്മിച്ച് വെച്ചിരിക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്വർണമാണ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്രോമിയം എന്ന മൂലകത്തിന്റെ നാമകരണത്തിന് അടിസ്ഥാനം. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങളുണ്ട്. ഈ 118 മൂലകങ്ങൾക്കും 118 പേരുകളുണ്ടല്ലോ. അപ്പൊ ഈ പേരുകൾ എവിടെ നിന്നാണ് വന്നത്? ഈ മൂലകങ്ങൾക്ക് ഈ പേരുകൾ എവിടെ നിന്നാണ് വന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. അതിനകത്ത് നമുക്ക് ചോദിച്ചേക്കുന്നത് ക്രോമിയം എന്ന് പറയുന്ന മൂലകം. ക്രോമിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ പേര് വന്നത് ക്രോം എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. ക്രോം എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് അർത്ഥം. ക്രോം എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് അർത്ഥം. അപ്പോൾ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ് ക്രോമിയം. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പൊ പൊളോണിയം എന്ന് പറഞ്ഞൊരു മൂലകം നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്തുണ്ട്. ഈ പൊളോണിയത്തിന് ആ ഒരു പേര് വരാനുള്ള അടിസ്ഥാനം ഒരു രാജ്യത്തിന്റെ പേരാണ്. പോളണ്ടിന്റെ പേരിൽ നിന്നാണ് പൊളോണിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ പേര് വന്നിരിക്കുന്നത്. ക്യൂറിയം, മേരി ക്യൂറി അല്ലെ. ക്യൂറി എന്ന് പറയുമ്പോൾ മേരി ക്യൂറി ആണ്, ഒരു സയന്റിസ്റ്റ് ആണ്, ശാസ്ത്രജ്ഞയാണ്. ആ സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ആ ഒരു ക്യൂറി എന്ന് പറയുന്ന മൂലകത്തിന് ആ ഒരു പേര് വന്നിരിക്കുന്നത്. ഇനി ക്രോമിയം കണ്ടോ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ. ക്രോം ആണ് നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ. അടുത്ത ഇൻഡിയമാണ്, ഇൻഡിഗോ. ഓക്കെ, ഇൻഡിഗോ നിറത്തിന്റെ അടിസ്ഥാനം. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിഗോ കളർ അല്ലേ. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ എന്ന് വിചാരിക്കരുത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് വേണമെങ്കിൽ തെറ്റാൻ നന്നായിട്ട് സാധ്യതയുള്ളതാണ്. ഇന്ത്യ എന്ന് വന്നിട്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ തെറ്റാട്ടോ, അങ്ങനെ അല്ല കേട്ടോ. ഇന്ത്യ അല്ല, ഇൻഡിഗോ എന്ന് പറയുന്ന നിറമാണ്. ഇൻഡിഗോ, ഓക്കെ, നിറം. ക്ലോറിൻ, ക്ലോറോ. ഓക്കെ, ക്ലോറിൻ എന്ന് പറയുന്ന പദം. ക്ലോറോ എന്ന് പറഞ്ഞാൽ നിറമാണ്, പച്ച കലർന്ന ഒരു മഞ്ഞ നിറം. അതാണ് ക്ലോറോ എന്ന് പറയുന്ന നിറം, ക്ലോറോസ്. ഓക്കെ, അപ്പൊ ക്ലോറിൻ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേര് കൊടുത്തതാണ് ക്ലോറിൻ. അടുത്ത നെപ്റ്റ്യൂൺ പേര് തന്നെ ഉണ്ടല്ലോ. നെപ്റ്റ്യൂൺ ഒരു ഗ്രഹമാണ്. ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേര് കൊടുത്ത മൂലകമാണ് നെപ്റ്റ്യൂണിയം. യൂറോപ്പിയം അതും പേര് തന്നെ ഉണ്ട്, യൂറോപ്പ് അല്ലെ. യൂറോപ്പ് ഒരു ഭൂഖണ്ഡത്തിന്റെ പേര് കൊടുത്തതാണ് യൂറോപ്പിയം. യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ പേരാണ് നമ്മൾ യൂറോപ്പിയം എന്ന് പറയുന്ന മൂലകത്തിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഐൻസ്റ്റീനിയം, എന്താണ്? ഐൻസ്റ്റീന്റെ ഓർമ്മയ്ക്ക് അല്ലെ, ഐൻസ്റ്റീന്റെ ബഹുമാനാർത്ഥം കൊടുത്തതാണ്. ഓക്കെ, ഐൻസ്റ്റീനിയം. ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിൽ ബോറിയം. പിന്നെ മെന്റലീവിയം എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഓർമ്മയ്ക്കാണ് മെന്റലീവിയം. റുദർഫോർഡിന്റെ ഓർമ്മയ്ക്കാണ് റുദർഫോർഡിയം. അമേരിഷ്യം ഉണ്ട്, അമേരിക്കയുടെ പേരിൽ നിന്ന് അമേരിഷ്യം ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ക്രോമിയം എന്ന മൂലകത്തിന്റെ നാമകരണത്തിന് അടിസ്ഥാനം എന്താണ്? നിറമാണ്. ഓക്കെ, നിറം ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. പ്ലംബം എന്നത് എന്തിന്റെ ലാറ്റിൻ നാമമാണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് മൂലകങ്ങൾക്ക് അവയുടെ ലാറ്റിൻ നാമത്തിൽ നിന്ന് നമ്മൾ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ കാർബൺ ആലോചിക്കുക. നമ്മുടെ കാർബണിന്റെ സിമ്പൽ എന്താണ്? സി. കാർബണിന്റെ സിമ്പൽ സി ആണ്. ഈ കാർബൺ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തെ അക്ഷരം എടുത്താണ് നമ്മൾ സിമ്പൽ കൊടുത്തേക്കുന്നത് അല്ലെ. അടുത്ത അതേപോലെ തന്നെ ഇപ്പൊ സിലിക്കൺ ആലോചിക്കുക. സിലിക്കന്റെ സിമ്പൽ SI ആണ്. സിലിക്കന്റെ സിമ്പൽ എന്താണ്? SI ആണ്. ആ സിലിക്കന്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ ആ ഒരു സിമ്പൽ കൊടുത്തിരിക്കുന്നു. പക്ഷെ ചില മൂലകങ്ങളിൽ ഇപ്പൊ സ്വർണം നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തോ. സ്വർണത്തിന്റെ സിമ്പൽ എന്തായിരുന്നു? സ്വർണത്തിന്റെ സിമ്പൽ AU ആയിരുന്നു. സ്വർണത്തെ ഗോൾഡ് നമ്മൾ എഴുതുമ്പോൾ ഈ ഒരു സിമ്പലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ സിമ്പൽ വന്നത്? ചോദിച്ചാൽ
ചില മൂലകങ്ങൾക്ക് ആ മൂലകത്തിന്റെ ലാറ്റിൻ നാമം നമ്മൾ എടുത്തിട്ടുണ്ട്, ലാറ്റിൻ നെയിം എടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ സിമ്പൽ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിളിന് സ്വർണത്തിന്റെ ലാറ്റിൻ നാമം ഓറം എന്നാണ്. സ്വർണത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? ഓറം എന്നാണ്. അപ്പൊ ആ ഒരു ഓറത്തിന്റെ AU, ആ ഒരു ഓറത്തിന്റെ AU ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓറത്തിന്റെ AU ആണ്, ഓറത്തിന്റെ AU ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ പ്ലംബം എന്നത് എന്തിന്റെ, അത് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്ലംബം എന്നത് എന്തിന്റെ ലാറ്റിൻ നാമമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലംബം എന്ന് പറയുന്നത് ലെഡിന്റെ ലാറ്റിൻ നാമമാണ്. ലെഡിന്റെ ലാറ്റിൻ നാമമാണ് പ്ലംബം. അപ്പോ ലെഡ് ഓക്കെ, ലെഡ് EM, പ്ലംബമാണ് അതിന്റെ ലാറ്റിൻ നാമം, പ്ലംബം. അതുകൊണ്ട് നമ്മൾ അതിന്റെ സിമ്പൽ കൊടുത്തിരിക്കുന്നത് PB എന്നാണ്. PB, പ്ലംബം. അതിൽ നിന്നുള്ള പിയും ബിയും ചേർത്തിട്ട് പ്ലംബം എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നു ലാറ്റിൻ നാമം, പ്ലംബം. ഇതേപോലെ കുറെ ഉണ്ട് കേട്ടോ. ഇപ്പൊ സോഡിയം ഇല്ലേ, സോഡിയത്തിന്റെ സിമ്പൽ നിങ്ങൾക്ക് അറിയോ? സോഡിയത്തിന്റെ സിമ്പൽ Na എന്നാണ്. സോഡിയം എഴുതുമ്പോൾ ഒരു ബന്ധം അവിടെ കാണുന്നില്ല. അതും ലാറ്റിൻ നാമത്തിൽ നിന്ന് വന്നതാണ്. സോഡിയത്തിന്റെ ലാറ്റിൻ നാമം നേട്രിയം എന്നാണ്. സോഡിയത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? നേട്രിയം, കേട്ടോ, നേട്രിയം. അതേപോലെ പൊട്ടാസ്യത്തിന്റെ സിമ്പൽ അറിയോ? പൊട്ടാസ്യത്തിന്റെ സിമ്പൽ K ആണ്. എന്താണ് ആ കെയുടെ അടിസ്ഥാനം? കാലിയം. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമം കാലിയം എന്നാണ്. ആ കാലിയത്തിൽ നിന്നാണ് ആ ഒരു K എന്ന് പറയുന്ന ആള് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ടങ്സ്റ്റൺ അറിയോ നിങ്ങൾക്ക്? ടങ്സ്റ്റന്റെ സിമ്പൽ വന്നിട്ട് W ആണ്, W. ഊൾഫ്രം ഓക്കെ, ഊൾഫ്രം ആണ് ടങ്സ്റ്റന്റെ ലാറ്റിൻ നാമം വന്നിരിക്കുന്നത്. ഊൾഫ്രം ആണ് ലാറ്റിൻ നാമം. അതിൽ നിന്നാണ് W എന്ന് പറയുന്ന സിമ്പല് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ കോപ്പർ, ചെമ്പ് Cu ആണ് സിമ്പൽ. കുപ്രം എന്നാണ് അതിന്റെ ലാറ്റിൻ നാമം, കുപ്രം, Cu. ഓക്കെ, കോപ്പർ കുപ്രമാണ്, Cu ആണ് കോപ്പർ, കുപ്രം, Cu. ഓക്കെ, Cu. ശരി. അപ്പൊ ഇതുപോലെ കുറെ മൂലകങ്ങൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഉണ്ട്. ഓറം, ഗോൾഡ് ഉണ്ട്, പിന്നെ സ്റ്റിബിയം ഉണ്ട്, ആന്റിമണി, സ്റ്റാനം, ടിന്നിന് സ്റ്റാനം എന്ന് പറയും. പിന്നെന്താ, അയൺ, ഇരുമ്പിന് ഫെറം എന്നാണ് പറയുന്നത്. Fe ആണ് ഇരുമ്പിന്റെ സിമ്പൽ. അങ്ങനെ കുറെ മൂലകങ്ങൾ നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് ഉണ്ട്. ഓക്കെ, ലാറ്റിൻ നാമത്തിൽ നിന്നും പേര് വന്നതാണ് ലാറ്റിൻ നാമം. അടുത്തത് 2He എന്ന് എഴുതിയാൽ 2He, He എന്ന് പറഞ്ഞ ആരാ? ഹീലിയം അല്ലെ? He എന്ന് പറഞ്ഞ ഹീലിയം ആണ്. ഇപ്പൊ 2He എന്ന് എഴുതിയാൽ അതെന്താണ് നമുക്ക് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോ നമ്മുടെ ആറ്റവും തന്മാത്രയും ഉണ്ട് അല്ലെ? ആറ്റവും ഉണ്ട്, തന്മാത്രയും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഓക്സിജൻ എടുക്കുന്നു. ഓക്സിജൻ എന്ന് പറയുന്ന മൂലകം ഞാൻ എടുക്കുന്നു. ഓക്സിജൻ നിർമ്മിച്ചിരിക്കുന്നത് ഓക്സിജൻ ആറ്റങ്ങളെ കൊണ്ടാണല്ലോ. ഓക്സിജൻ ആറ്റങ്ങളെ കൊണ്ടാണ് ഓക്സിജൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ആറ്റം, ഓക്സിജന്റെ ഒരു ആറ്റം ആണ്. പക്ഷേ ഈ ഒരു ഓക്സിജന്റെ ആറ്റത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. സ്വതന്ത്രമായിട്ടും നല്ല സ്റ്റേബിൾ ആയിട്ട് സ്ഥിരതയോടുകൂടിയും ഒരു ഓക്സിജൻ ആറ്റത്തിന് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പില്ല. അങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കണമെങ്കിൽ 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന രൂപത്തിൽ ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ O2, 2 ഓക്സിജൻ ആറ്റങ്ങൾ ഇങ്ങനെ കൂടി ചേർന്ന രൂപത്തിലാണ് ഓക്സിജന് സ്ഥിരതയോടുകൂടി നിൽക്കാൻ പറ്റുള്ളൂ, സ്വതന്ത്രമായിട്ട്. ഇങ്ങനെ ഒരു മൂലകത്തിന്റെ സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ആൾ ആരാണോ അയാൾക്ക് നമ്മൾ പറയുന്ന പേരാണ് തന്മാത്ര. പറയുന്നത് മനസ്സിലായോ? ആറ്റവും തന്മാത്രയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ എല്ലാ മൂലകങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആറ്റമാണ്. ഇപ്പൊ ഓക്സിജന്റെ ഒരു ആറ്റം, ഒരു O എന്ന് എഴുതിയാൽ അതൊരു ആറ്റമാണ്. ഓക്കെ, ഹൈഡ്രജന്റെ ഒരു H എന്ന് എഴുതിയാൽ അതൊരു ഹൈഡ്രജന്റെ ആറ്റമാണ്. ക്ലോറിന്റെ Cl എന്ന് എഴുതിയാൽ അതൊരു ക്ലോറിൻ ആറ്റമാണ്. പക്ഷെ ഈ പറഞ്ഞ ഓക്സിജന്റെ ഒരു ആറ്റത്തിന് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പില്ല. സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന ഒരു മൂലകത്തിന്റെ ഏറ്റവും ചെറിയ ഫോം, ആ ഫോമിന് നമ്മൾ പറയുന്ന പേര് തന്മാത്ര എന്നാണ്, മോളിക്യൂൾ എന്നാണ്. ഓക്കെ, ശരി. ഇനി ക്ലോറിന്റെ കേസ് എടുത്താലും ഇത് ക്ലോറിന്റെ ഒരു ആറ്റമാണ്. പക്ഷെ ഒരു Cl മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. Cl എപ്പോഴും 2 പേരായിട്ട് ചേർന്ന് Cl2 എന്ന് പറയുന്ന രൂപത്തിൽ മാത്രമേ നിൽക്കുള്ളൂ. ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഇവനെ നമ്മൾ തന്മാത്ര എന്നാണ് വിളിക്കുക, മോളിക്യൂൾ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? മോളിക്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോണം. ചില മൂലകങ്ങളുടെ കേസിൽ ഇപ്പോ ആർഗൺ എടുക്കുന്നു. ഇതൊരു ആർഗണിന്റെ ആറ്റം ആണല്ലോ. ഇതൊരു ആർഗണിന്റെ ആറ്റം ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഈ ഒരു ആർഗണിന്റെ ആറ്റത്തെ നമുക്ക് അന്തരീക്ഷത്തിൽ ഒറ്റയ്ക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഓക്സിജനെ നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ പറ്റിയില്ല, ക്ലോറിനെയും ഒറ്റയ്ക്ക് നമുക്ക് കാണാൻ പറ്റിയില്ല.
പക്ഷെ ഒരു ആർഗണിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ആർഗണിനെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് എനിക്ക് കാണാൻ പറ്റും. ഇങ്ങനെ സ്വതന്ത്രമായിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ തന്മാത്രകൾ എന്നും കൂടെ വിളിച്ചിരുന്നല്ലോ. അപ്പൊ ആർഗണിന്റെ കേസിൽ ഒരു ആർഗണിന്റെ ആറ്റത്തിനെ ഒരു ആർഗണിന്റെ ആറ്റം എന്നും വിളിക്കാം, അല്ലെങ്കിൽ ഒരു ആർഗണിന്റെ തന്മാത്ര എന്നും വിളിക്കാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ആറ്റത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ, സ്വതന്ത്രമായിട്ട് നിലനിൽപ്പുണ്ടെങ്കിൽ നമുക്ക് അവനെ ഒരു ആറ്റം എന്നും വിളിക്കാം, അല്ലെങ്കിൽ ഒരു തന്മാത്ര എന്നും വിളിക്കാം. ഇപ്പൊ AR എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ആർഗണിന്റെ ആറ്റവുമാണ്, ആർഗണിന്റെ തന്മാത്രയുമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ 2He അതേപോലെ തന്നെയാണ് ഹീലിയം. ഇവിടെ ചിത്രം ഒന്ന് നോക്കിയേ, ഇത് കണ്ടോ? ഈ ചിത്രത്തിന്റെ കേസിൽ ഈ ഹീലിയത്തിന് നോക്ക്. ഈ ഹീലിയത്തിന്റെ ഒരേ ഒരു ആറ്റത്തിന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഹീലിയം He എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ ആ He ഹീലിയത്തിന്റെ ഒരു ആറ്റവുമാണ്, ഒരു തന്മാത്രയും ആണ്. ഓക്കെ, അടുത്ത് നിയോൺ നോക്കിക്കേ. നിയോൺ കണ്ടോ, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നു. അപ്പൊ Ne എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളായതുകൊണ്ട് അയാൾ ഒരു നിയോണിന്റെ ഒരു ആറ്റവുമാണ്, ഒരു തന്മാത്രയുമാണ്. ഇനി ഈ O2 നോക്കിക്കേ, കണ്ടോ, 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ O എന്ന് ഞാൻ എഴുതിയാൽ അത് ഓക്സിജന്റെ ആറ്റമാണ്, O2 എന്ന് ഞാൻ എഴുതിയാൽ അത് ഓക്സിജന്റെ തന്മാത്രയാണ്. ഇനി ചില ആൾക്കാരിൽ 2 പേരും പോരാ, ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കണമെങ്കിൽ 2 ആൾക്കാർ പോരാ, കൂടുതൽ ആൾക്കാർ വേണമെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഫോസ്ഫറസിന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, 4 ഫോസ്ഫറസിന്റെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഫോസ്ഫറസിന്റെ ഒരു ആറ്റം ഉണ്ട്, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരാളും കൂടി വന്നു, പറ്റില്ല, എന്നിട്ടും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഒരാളും കൂടി വന്നു, എന്നിട്ടും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഒരാളും കൂടി വരണം. 4 ഫോസ്ഫറസിന്റെ ആറ്റങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പുള്ളൂ. അതാണ്. അപ്പം ഈ ഒരു P എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഫോസ്ഫറസിന്റെ ഒരു ആറ്റമാണ്. പക്ഷെ P4 എന്ന് ഞാൻ എഴുതിയാലേ അത് ഫോസ്ഫറസിന്റെ ഒരു തന്മാത്രയായിട്ട് മാറുകയുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത് സൾഫറിന്റെ കേസ് എടുക്കാം. ഈ സൾഫർ S എന്ന് മാത്രം എഴുതിയാൽ ഒരു സൾഫറിന്റെ ആറ്റമാണ്. പക്ഷേ 8 സൾഫർ ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ ആ സൾഫറിന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. സോ നമ്മുടെ സൾഫർ S8 എന്ന് നമ്മൾ എഴുതണം. S8 എന്ന് എഴുതുമ്പോൾ മാത്രമാണ് അതൊരു സൾഫറിന്റെ തന്മാത്രയായിട്ട് മാറുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ആറ്റം മാത്രമുള്ള തന്മാത്രകളില്ലേ, ഒരു ആറ്റം മാത്രമുള്ള തന്മാത്രകൾ, അതായത് ആറ്റമായിട്ടും തന്മാത്രയായിട്ടും പ്രവർത്തിക്കുന്ന ആൾക്കാര്, നേരത്തെ പറഞ്ഞതിൽ ഹീലിയം, നിയോൺ, ആർഗൺ, അങ്ങനത്തെ ആൾക്കാര്, ഇവന്മാരെ നമ്മൾ ഏകാറ്റോമിക തന്മാത്രകൾ എന്ന് വിളിക്കും. ഏകാറ്റോമിക തന്മാത്രകൾ, മോണോ അറ്റോമിക് മോളിക്യൂൾസ്. ഇനി ക്ലോറിൻ, അതേപോലെ ഓക്സിജൻ, നൈട്രജൻ, ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ 2 ആറ്റങ്ങൾ കൂടിച്ചേർന്നാലാണ് ഒരു തന്മാത്ര ഉണ്ടാവുക. ശരിയാണോ? 2 ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമാണ് ഒരു തന്മാത്ര ഉണ്ടാവുക. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ദ്വയാറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കും. ദ്വയാറ്റോമിക തന്മാത്രകൾ എന്ന് നമ്മൾ വിളിക്കും. ഇനി അടുത്തത് P4, ഫോസ്ഫറസ്. 2ൽ കൂടുതൽ ആൾക്കാർ, 4 പേര് ചേർന്നാലാണ് ഒരു തന്മാത്ര ഉണ്ടാവുന്നുള്ളൂ. ശരിയല്ലേ? അതേപോലെ S8, 8 പേര് ചേർന്നാൽ മാത്രമേ ഒരു സൾഫറിന്റെ തന്മാത്ര ഉണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ 2ലധികം ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ ഒരു തന്മാത്ര ഉണ്ടാവുള്ളൂ എങ്കിൽ അവരെ നമ്മൾ പറയുന്ന പേരാണ് ബഹു അറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾസ്. ബഹു അറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് നമ്മൾ വിളിക്കും. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സെറ്റ് ആണോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടുത്തെ ആൻസറിലോട്ട് വരാം. 2He എന്ന് എഴുതിയാൽ 2He, അതായത് ഒരു He വീണ്ടും ഒരു He, അതായത് ഇത് 2 ആറ്റമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, 2 തന്മാത്രയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ A ആൻഡ് B ആണ്. 2 ഹീലിയം ആറ്റങ്ങളായിട്ടും 2 ഹീലിയം തന്മാത്രകളായിട്ടും ഇവന്മാര് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. പരീക്ഷയിൽ പലവട്ടം അങ്ങനെ മാറിയും തിരിഞ്ഞും ചോദിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മളിപ്പോ എക്സ്പ്ലനേഷൻ കണ്ടതേ ഉള്ളൂ. ഒരു ഫോസ്ഫറസ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? P4 എന്നല്ലേ എഴുതേണ്ടേ? അപ്പോ 4 ആറ്റങ്ങളുണ്ട്. ഒരു ഫോസ്ഫറസ് തന്മാത്രയിൽ 4 ആറ്റങ്ങൾ ഉണ്ട്. നെക്സ്റ്റ്, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നോക്കാം. ആർഗൺ ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. ഞാൻ ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹുഅറ്റോമികം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആർഗണിന്റെ ഒരു ആറ്റത്തിന് ഒരു തന്മാത്രയായിട്ടും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ആർഗൺ ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. അത് ശരിയാണ്. ഓക്കെ. ഹൈഡ്രജൻ ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്.
പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ഫാക്റ്റ് ആണ്. PSC വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. ഹൈഡ്രജൻ ഒരു ഏകാറ്റോമിക തന്മാത്രയാണെന്ന് പറയുമ്പോൾ പലർക്കും അത് ശരിയാണെന്ന് തോന്നും, പക്ഷെ അത് തെറ്റാണ്. ഹൈഡ്രജൻ ഒരു H എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു Hന്റെ ആറ്റം ആണ്, അതൊരു ഹൈഡ്രജൻ ആറ്റം ആണ്. ഓക്കെ, ഇനി 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ അതിന് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പുള്ളൂ. H2 എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഹൈഡ്രജന്റെ തന്മാത്ര എന്ന് പറഞ്ഞ H2 ആണ്. 2 പേര് കൂടിച്ചേരുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. ഹൈഡ്രജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്, ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്ര? ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതുകൊണ്ട് നമുക്കത് ഏകാറ്റോമികം എന്ന് പറയാനൊരു ടെൻഡൻസി ഉണ്ടാകും. മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്ക് എഴുതാനൊരു ടെൻഡൻസി ഉണ്ടാകും. എത്ര അറിഞ്ഞാലും ഒരുപാട് പേര് പരീക്ഷയിൽ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് ഹൈഡ്രജൻ ഏകാറ്റോമികമാണ് എന്നുള്ളത്. തെറ്റാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രയാണ്, ഏകാറ്റോമികമല്ല, ദ്വയാറ്റോമിക തന്മാത്രയാണ് ഹൈഡ്രജൻ. ഓക്കെ, ശരി. അപ്പൊ അതാണ് തെറ്റ് അല്ലെ, അതാണ് തെറ്റായ പ്രസ്താവന. ഹൈഡ്രജൻ ഒരു ഏകാറ്റോമിക തന്മാത്രയാണെന്നുള്ളതാണ് തെറ്റ്. മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചു. ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു അല്ലെ. ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജന്റെ എല്ലാ തന്മാത്രകളും ഒരേ സ്വഭാവം തന്നെയല്ലേ കാണിക്കുള്ളൂ? ഒരേ സ്വഭാവം കാണിക്കുന്നു, അതും ശരിയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, മീഥേനിലെ ഘടകങ്ങൾ. മീഥേൻ എന്ന് പറഞ്ഞാൽ CH4 ആണ്. മീഥേൻ CH4. ഘടകങ്ങൾ ഏതൊക്കെ? കാർബണും ഹൈഡ്രജനും അല്ലെ. കാർബണും ഹൈഡ്രജനുമാണ് മീഥേനിലെ ഘടകങ്ങൾ. കാർബണും ഹൈഡ്രജനും ആണ്. നെക്സ്റ്റ്, 5 ജലതന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. 5 ജലതന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. 5 ജലം എന്ന് പറഞ്ഞാൽ H2O ആണ് ജലം അല്ലെ. H2O ആണ് ജലം. അപ്പൊ 5 ജലതന്മാത്രകളിലെ ആകെ ആറ്റങ്ങൾ നോക്കിക്കോളൂ. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് ഇങ്ങനെ ചെയ്യണം. 5 ജലം എന്ന് പറയുമ്പോൾ 5 H2O എന്ന് നിങ്ങൾ എഴുതണം. എന്നിട്ട് ഇത് തെറ്റിപ്പോകാണ്ടിരിക്കാൻ നമുക്ക് പല രീതിയിൽ തെറ്റുകൾ വരും. ഈ 5ഉം 2ഉം കൂടി ചേർത്ത് 10 എന്ന് എഴുതിയിട്ട് ഈ ഒരു ഓക്സിജനും കൂടെ കൂട്ടി 11 പലരും എഴുതാറുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേൾക്കാം. ഈ 5നെ ബ്രാക്കറ്റിന് പുറത്താണെന്ന് ചിന്തിക്കാം. ഈ 5 കിടക്കുന്നത് ബ്രാക്കറ്റിന് വെളിയിലാണെന്ന് ചിന്തിക്കാം. ഓക്കെ, ഈ 5 ഈ ഹൈഡ്രജനും ബാധകമാണ്, ഈ ഓക്സിജനും ബാധകമാണ്. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 ഇവിടെ ഇട്ടിട്ട് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നിടത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കണം. നോക്ക്, 2 ഹൈഡ്രജൻ അല്ലെ. ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ പ്ലസ് ഈ ഓക്സിജന്റെ 1 ആറ്റം. അപ്പൊ 2 + 1. അപ്പൊ 5 × 2 + 1 എത്ര? 3. 5 × 3 ടോട്ടലി 15 ആറ്റങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ബ്രാക്കറ്റിന്റെ വെളിയിലോട്ട് എടുത്തിടുക. എന്നിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. 15 ആറ്റങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. 5 ജലതന്മാത്രകളിൽ ആകെ 15 ആറ്റങ്ങൾ ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യനും സെയിം മോഡലാണ്. അതുകൂടി പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. 7 അമോണിയ തന്മാത്രകളിലെ ആകെ ആറ്റങ്ങൾ. അമോണിയ എന്ന് പറയുമ്പോൾ NH3 ആണ് അമോണിയ അല്ലെ. NH3 ആണ് അമോണിയ. 7 അമോണിയ തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളാണ് ചോദ്യം. 7 അമോണിയ തന്മാത്രകളിലെ ആകെ ആറ്റങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം? 7 അമോണിയ 7 NH3 എന്ന് എഴുതി. എന്നിട്ട് ബ്രാക്കറ്റിനകത്തോട്ട് ആക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആക്കി നോക്കാം. 7 NH3. ഓക്കെ, ശരി. 7 ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കൂ. 1 നൈട്രജൻ ഉണ്ട് അല്ലെ. 1 നൈട്രജന്റെ ആറ്റം ഉണ്ട്. എത്ര ഹൈഡ്രജന്റെ ആറ്റങ്ങൾ കാണുന്നു? 3 ഹൈഡ്രജന്റെ ആറ്റങ്ങൾ കാണുന്നില്ലേ? അപ്പൊ 3 ഹൈഡ്രജൻ പ്ലസ് 1 നൈട്രജൻ ടോട്ടൽ എത്ര എണ്ണമായി? ടോട്ടൽ 4 എണ്ണമായി. അപ്പൊ 7 × 4. 7 4 എത്ര? 7 4 28. 7 4 28. അപ്പൊ 7 അമോണിയ തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 28 ആറ്റങ്ങളാണ് ആകെ ഉണ്ടാവുക. 28 ആറ്റങ്ങളാണ് 7 അമോണിയ തന്മാത്രകളിൽ ആകെ ഉണ്ടാവുക. ക്ലിയർ ആണോ? മനസ്സിലായോ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സമീകരിക്കാത്ത രാസസമവാക്യം കണ്ടെത്തുക. അതായത് ബാലൻസിങ് എന്ന് പറയും. ഇക്വേഷൻ ബാലൻസിങ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സമീകരിക്കാത്ത രാസസമവാക്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അത് എന്താ സംഭവം നമുക്ക് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് എടുത്തോ. C+O2 gives CO2. ഈ വശത്തും ഒരേ ആറ്റങ്ങൾക്ക് ഒരേ നമ്പർ ആയിരിക്കണം. അതാണ് സമീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബാലൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 2 വശമുണ്ട് അല്ലെ. 2 വശം. ഇതൊരു രാസപ്രവർത്തനമാണെന്ന് അറിയാലോ. കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇതൊരു രാസപ്രവർത്തനമാണ്. ഇതിൽ ആരൊക്കെയാണോ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? കാർബണും ഓക്സിജനുമാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്.
ഇവരെ നമ്മൾ റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്ന് വിളിക്കും. അഭികാരകങ്ങൾ എന്ന് വിളിക്കും. കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റ് ഇല്ലേ, ഇത് രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വസ്തുവില്ലേ, അതിനെ നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് വിളിക്കും. പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോ, C+O2 ഗീവ്സ് CO2. ഇവിടെ അഭികാരകങ്ങളുടെ സൈഡിലും ഉൽപ്പന്നങ്ങളുടെ സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. അതാണ് ബാലൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഭികാരകത്തിന്റെ സൈഡിൽ കാർബൺ എത്ര എണ്ണം ഉണ്ട്? കാർബൺ ഒരെണ്ണം. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ 2 എണ്ണം ആണല്ലോ. ഇനി ഉൽപ്പന്നത്തിന്റെ സൈഡിലോട്ട് വാ. ഇവിടെ കാർബൺ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഓക്സിജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? O2 എന്ന് എഴുതിയിരിക്കുന്നു, 2 എണ്ണം ഉണ്ട്. അപ്പൊ ഈ സൈഡും സെയിം ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഇക്വേഷൻ സമീകരിക്കപ്പെട്ട ഇക്വേഷൻ ആണ്, ബാലൻസ് ചെയ്ത രാസപ്രവർത്തനം ആണ്. ഓക്കെ, അടുത്ത് നോക്കിയോ, Zn+2 HCl gives ZnCl2 plus H2. നമുക്ക് ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം അല്ലെ. നോക്കിക്കോളൂ. ഈ ഒരു ക്വസ്റ്റ്യനില് ഇവിടെ ഒരു 2 കൂടെ വരുന്നുണ്ട്. ഞാനൊരു 2 ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇവിടെ ഒരു 2 കൂടെ വരുന്നുണ്ട്. ഞാനൊരു 2 ഇവിടെ ഇടാൻ വിട്ടുപോയതാണേ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോ Zn+2 HCl gives 2 ZnCl2 plus H2. ഓക്കെ, ഇവിടെ ഈ സൈഡ് എത്ര സിങ്ക് ഉണ്ടെന്ന് നോക്ക്. സിങ്ക് ഒരെണ്ണം. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? ഹൈഡ്രജൻ 2 എണ്ണം. ക്ലോറിൻ എത്ര എണ്ണം ഉണ്ട്? ക്ലോറിൻ 2 എണ്ണം. ഈ 2 എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജനും ഈ ക്ലോറിനും ഒരുപോലെ ബാധകമാണ്. ഈ സൈഡിലോട്ട് വന്നേ. ഈ സൈഡിലോട്ട് സിങ്ക് എത്ര എണ്ണം ഉണ്ട്? ഈ 2 അല്ലേ, ഇവിടെ 2 സിങ്ക് ഉണ്ട്. ദെൻ ഈ 2 ഇതിനും ബാധകമാണ്. ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ 2 എത്ര എണ്ണം ഉണ്ട്? ക്ലോറിൻ 2 4 ക്ലോറിൻ ഉണ്ട്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ സിങ്കിന്റെയും ക്ലോറിന്റെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഈ വശത്ത് 1 ഉള്ളൂ, ഈ വശത്ത് 2 ഉണ്ട്. അപ്പൊ അതാണ് സമീകരിക്കാത്ത രാസസമവാക്യം. ഇവിടെ ഒരു 2 ഉണ്ട്, 2 ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇവിടെ സമീകരിക്കാത്ത രാസസമവാക്യം ഓപ്ഷൻ ബി ആണ്. ബാക്കിയൊക്കെ സമീകരിച്ച ഇക്വേഷൻസ് ആണ്. ഓക്കെ, ബാക്കിയൊക്കെ സമീകരിച്ച ഇക്വേഷൻസ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. 15-ൽ എത്ര മാർക്ക് കിട്ടി എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. SCRT കില്ലർ സീരീസ് ഇതുവരെയുള്ള പെൻഡിങ് പോർഷൻസ് ഉള്ള ആൾക്കാർ അതും കാണുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.